ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഇന്ന് ലാസ്റ്റ് ഉത്സവം തീരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. നമ്മുടെ ഘോഷയാത്രയ്ക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് അവിടെ ഒരു ഗാനമേള ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗാനമേള ഉണ്ടാകും. പിന്നെ അങ്ങനെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയായിട്ട് ഘോഷയാത്രയ്ക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം തീരുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂവിട്ടിട്ടാണ് പോകുന്നത്. ആന ബേക്കിൽ നിന്ന് പറയുന്ന ആന വരുന്നുണ്ട്. അപ്പോൾ ആനയ്ക്ക് വരാൻ വേണ്ടി കുറച്ച് പോകുന്നുണ്ട്. അതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വരുന്നത്. ആന കുറച്ച് കൽപ്പിലാണെന്നാണ് പറയുന്നത്. പിന്നെ ചെണ്ടമേളത്തിന്റെ സൗണ്ടൊക്കെ കൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. പിന്നെ ഈ ഒരു ആന കുറച്ച് കലിപ്പായതുകൊണ്ട് തന്നെ സൗണ്ട് ഒരുപാട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെണ്ടമേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയാണ് ദൂരകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്ര അനുകരിക്കുന്നു. അടിമോട് ഭൂതത്താൻ അശോകാവിന്റെ പ്രതിഷ്ഠാവാർഷികത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആനപ്പുര പെണ്ണുങ്ങൾക്ക് ദേവസ്ഥാന സന്ദർശകരൻ ഭഗവാന്റെ അടിമോട് ഭൂതത്താൻ സംഘടനശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആനപ്പുര പെരുന്നള്ളത്ത് ഗജനാഥൻ പാറശാല ശിവശങ്കരൻ ഭഗവാന്റെ പടം വീട്ടി പ്രതിഷ്ഠാവാർഷികത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആനപ്പുര പെരുന്നള്ളത്ത് ശിവശങ്കരൻ ഭഗവാന്റെ പിടം വീട്ടി ഇതാ ഈ രണ്ട് വീട്ടിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇത് ഗാനമേളയാണ് കേട്ടോ നടക്കുന്നത്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ട്രൂപ്പാണ്. അതായത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ട്രൂപ്പാണ്. അവരാണ് പാടുന്നത്. അവരുടെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ നമ്മൾ ഫുള്ള് കാണാനായിട്ടൊന്നും ഇരുന്നിട്ടില്ല. കുറച്ച് സമയം കണ്ടതിന് ശേഷം നമ്മൾ പോയി. അപ്പോൾ പോവേണ്ട കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാലും ഏകദേശം ഒരു പകുതിയോളം ഒക്കെ കണ്ടായിരുന്നു ഗാനമേള. അതിന് ശേഷമാണ് നമ്മൾ പോയത്. ഇതിപ്പോൾ ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു, അതായത് ഫസ്റ്റും ലാസ്റ്റും എടുക്കുന്നത് വേറൊരു ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുണ്ട്, മഴയുടെ സൗണ്ട് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ഒരു ഘോഷയാത്രയും ഈ ഒരു ഉത്സവ പരിപാടികളും പിന്നെ ഗാനമേളയൊക്കെ, നിങ്ങൾക്ക് ഗാനമേള ഞാനതിൽ കൊടുക്കാത്തത് എന്താണ്, സൗണ്ട് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കോപ്പിറൈറ്റ് വരും. കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സോങ്ങൊക്കെയാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കൊടുക്കാത്തത്. കോപ്പിറൈറ്റ് ഷുവറായിട്ട് വരും. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത്. അത് നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള കുറച്ച് പേരാണ് ആ ഒരു പാട്ട്, അതായത് ഗാനമേള
നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് സൂപ്പറായിരുന്നു. പിന്നെ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, നിങ്ങളിതിൽ ഈ ഒരു വീഡിയോയിൽ 2 ചെറിയ കുട്ടികളെയും പിന്നെ അവർ യൂട്യൂബിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് യൂട്യൂബർ നമ്മളെ കണ്ടിട്ട് ഒരാൾ വന്ന് തിരിച്ചറിയുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ച് കാണും എന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ആരോ വന്ന് നമ്മളടുത്ത് സംസാരിച്ചതായിരിക്കുന്നു. ഒരിക്കലുമല്ല. ആ 2 കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ കുടുംബ വീടിൻ്റെ, അതായത് ചേട്ടൻ്റെ വീടിൻ്റെ കുടുംബ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന കുട്ടികളാണ് അവർ രണ്ടുപേരും. ഒരു കുട്ടി അവിടുന്ന് കുറച്ചുകൂടെ ദൂരോട്ടാണ്. മറ്റേ കുട്ടി എന്ന് പറയുന്നത് ആ ഒരു വാവ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടി, ആ മോളാണെങ്കിൽ അവൾ കൊച്ചായിരുന്നപ്പോൾ തൊട്ടേ, കുഞ്ഞു നാളിലെ തൊട്ടേ ഞാനവിടെ, അതായത് നമ്മുടെ വീടിൻ്റെ ഇത് കുറച്ച് വയലും കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടാണ് റോഡിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ കുട്ടിയെ കാണുകയും ചെയ്യും, ചിരിക്കും, അത് വന്നെടുത്ത് സംസാരിക്കും. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഉത്സവത്തിന് പോയപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ അമ്പലത്തിൽ നിന്നപ്പോൾ തന്നെ അവൾ ഓടി വന്നിട്ട് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ മുമ്പ് നമുക്ക് പരിചയമുള്ളതാണല്ലോ, വീണ്ടും ഓപ്പോസിറ്റാണ്, നല്ല പരിചയമുണ്ട്. അപ്പോൾ അവൾ ആ ഒരു ഓർമ്മ അവൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ മോൾ ഇതുവരെ മറന്നിട്ടില്ലേ, അത് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ ഉടനെ പറയുന്നത്, ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതല്ലേ എന്ന്. അവളെൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് താമസിക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് നേരിട്ട് കണ്ടതായിട്ട് അത്രയ്ക്ക് ഓർമ്മയില്ല എന്ന് തോന്നുന്നു. ഞാൻ അവളെ പേര് മറന്നുപോയി, സോറി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അത് കണ്ട ഓർമ്മ അവൾക്കില്ലെന്നാണ് തോന്നുന്നത്. അവൾ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്കിലെല്ലാം നമുക്ക് കൂടുതലും പരിചയമുള്ളവരാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ലിങ്ക് വഴി കണ്ടിട്ട് അങ്ങനെയാണ് യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണുന്നതും അറിയാവുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് ഭയങ്കര രസമായിരുന്നു അവൾ സംസാരിക്കുന്നത്. കൊച്ചുകുട്ടിയാണ് കേട്ടോ, ഒരു 2ാം ക്ലാസ്സിന് ഉള്ളിലേ ആവത്തുള്ളൂ. അവൾ എത്രയിലാണ് പഠിക്കുന്നത്, അവളുടെ പേര് ഞാൻ മറന്നുപോയി, എങ്ങാണ്ടോ പറഞ്ഞു, പേര് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കാട്ടാക്കട ഹോസ്പിറ്റലിൽ, നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളൊരു ഷോർട്സ് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മോനെയും കൊണ്ട് പോയി ഒരു ക്രീം അല്ലെങ്കിൽ ബോഡി ലോഷൻ്റെ ബോഡി ലോഷനാണെന്ന് തോന്നുന്നു. അതേതാ അതിൻ്റെ പേര് വന്നിട്ട്, സെറ്റഫിലിൻ്റെ ഒരു യൂസസ് പോലെ അത് കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോ എടുത്തിട്ട് ഒരു സെറ്റഫിലിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും കുഞ്ഞിന് യൂസ് ചെയ്യുന്നതും അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നൊരു ചെറിയ വീഡിയോ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടുന്നു. അപ്പോൾ അവിടെയാണ് ആ മോളുടെ അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചെറിയ കുട്ടികളിങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളാരും ഒന്നും ആയിട്ടല്ല, പക്ഷെ അങ്ങനെ ഒന്ന് കണ്ടു. എൻ്റെ വീണ്ടും ഓപ്പോസിറ്റാണ് കേട്ടോ. പക്ഷേ അവൾ അങ്ങനെ വന്ന് ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് എന്നെ അതിൽ കണ്ട ഓർമ്മയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ടു, അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചി മോളുടെ അമ്മ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ വീഡിയോ മാത്രം കണ്ടതല്ലേ. അപ്പോൾ ഞാൻ അല്ല ചേച്ചിയുടെ വീഡിയോ കാണും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾ അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതുപോലെ അവൾ ഭയങ്കര സംസാരമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. കൊച്ചുപിള്ളയുടെ സംസാരം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാം ക്ലാസ്സിലൊക്കെ ആവേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറയാണ്, അയ്യോ ഞാൻ നേരിട്ടൊരു യൂട്യൂബറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനൊരു യൂട്യൂബർ എന്നൊന്നും എന്നെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ക്യാഷ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ വെറുതെ ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, അങ്ങനെ വ്യൂസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. അത് എന്തോ എനിക്കും അറിയില്ല, കൊച്ചുകുട്ടി അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയാം, നേരിട്ടറിയാമെന്നാണ്, വീടിനടുത്താണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ കൊച്ചുകുട്ടികളിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ വന്നിട്ട് ഞാൻ നേരത്തെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് സംസാരിച്ചതാണെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ എൻ്റെ 8 വയസ്സ് മുതൽ ചേച്ചിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയാണ്, അവൾക്ക് ഇപ്പോൾ 8 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ വേണം അവൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ 2 കുട്ടികൾ വന്നിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഒരു സംഭവം കേട്ടോ, ഇതിൽ കൊടുത്തേക്കുന്ന സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ ചാനൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു, അതുപോലെ തന്നെ നമ്മുടെ ബുട്ടീക്കിലെ വീഡിയോസ് ഞാൻ ഇടുന്നതും നിങ്ങൾക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതായത് ബിസിനസ് ഗ്രൂപ്പിൻ്റെ ആണ്, ലേഡീസ് ഓൺലി ആണ്, ജെൻസിന് വേണ്ടിയിട്ടല്ല, ലേഡീസ് ഓൺലി ആണ്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. സിംഗിൾ ഐറ്റമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബൾക്കായിട്ട് വാങ്ങുമോ, നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലേഡീസിൻ്റെത് മാത്രമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഡ്രസ്സ് ജെൻസിൻ്റെതും അതുപോലെ തന്നെ കുട്ടികളുടേതൊക്കെ കുറച്ച് മാത്രമേ വരത്തുള്ളൂ. ലേഡീസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബിസിനസ് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ലേഡീസ് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ്സിനായാലും നമുക്ക് പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ജെന്യുവിനായിട്ടുള്ളതാണ്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ജെന്യുവിനായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. കുറച്ച് പേര് വന്നിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആക്റ്റീവ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന് സീരിയസ് ആയിട്ടുള്ളവർ, അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, ഇൻകം കിട്ടണം എന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളവർ, അങ്ങനെ ഉള്ളവർ മാത്രം, അതായത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്കും കുറച്ച് തിരക്കുകളും വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ തന്നെ എടുക്കാൻ സമയം കിട്ടാറില്ല, വീട്ടിലെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം വല്ലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴും അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഡ്രസ്സിൻ്റെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാത്തത് പോലും അതുകൊണ്ടാണ്, ടൈം അത്രയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ ടൈം പാസിനായിട്ട് അങ്ങനെ വെറുതെ ജോയിൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് സീരിയസ് ആയിട്ട് കാണുന്നവർ അല്ലെങ്കിൽ വാങ്ങണമെന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഇൻസ്റ്റയിലായാലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.